മക്കൾക്കും സുഖമെന്ന് കരുതുന്നു. എനിക്കും സുഖം, അൽഹംദുലില്ലാഹ്. നാം എല്ലാവരും 5 വക്ത് നിസ്കാരം കളാക്കാതെ നിസ്കരിക്കണം. 5 വക്ത് നിസ്കാരം കളാക്കാതെ നിസ്കരിക്കണം എന്ന് കരുതിയാലും നമ്മളിൽ പലരെയും പിശാചി സുബഹി നമസ്കാരം നിസ്കരിക്കാൻ സമ്മതിക്കാറില്ല. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്ക്, പിശാചി പിന്നെ നിങ്ങളെ റൂമിലോട്ടേ വരില്ല. നമ്മൾ സുബഹി നിസ്കരിക്കാന് അലാരം വെച്ച് കിടന്നുറങ്ങുമ്പോ ആ ഒരു 5 മണി അങ്ങനെ ആവുമ്പോ പിശാചി വരും. പിശാചി വന്നിട്ട് മോള് നല്ലോണം ഉറങ്ങിക്കോ, ഇപ്പൊ നല്ലൊരു തണുപ്പില്ലേ, ലൈറ്റ് കാറ്റില്ലേ, നല്ല സുഖമില്ലേ, ഇതുപോലത്തെ സുഖം എനിക്ക് കാണില്ല, നല്ലോണം ഉറങ്ങിക്കോ, പുതപ്പ് ഒന്നും കൂടി ഒന്ന് പുതച്ചങ്ങോട്ട് ഉറങ്ങിക്കോ, നല്ല സ്വപ്നല്ലേ കാണുന്ന, മോള് സുബഹി നിസ്കരിക്കണ്ട എന്നിങ്ങനെ പിശാചി വന്ന് പറയും. അപ്പൊ നമ്മൾ ഒന്നും കൂടി ഒന്ന് പുതപ്പ് ഉഷാറാക്കി അങ്ങോട്ട് പുതച്ച് കിടന്ന് നാളെ മുതൽ തുടങ്ങാം സുബഹി നിസ്കരിക്കാന് എന്ന് കരുതി നമ്മൾ ഒന്നും കൂടി അങ്ങ് ഉറങ്ങും. അപ്പൊ നമ്മുടെ നിസ്കാരം കളാവും. അങ്ങനെ ഒരു നാളെയും ഇല്ല, എല്ലാ നാളുകളിലും പിശാചി നമ്മെ ഇങ്ങനെ ഉപദ്രവിച്ചു കൊണ്ടേയിരിക്കും. അല്ലെങ്കിലും നാളെ നമ്മൾ നിസ്കരിക്കാണ്, നമ്മൾ ജീവനോടെ ഉണ്ട് എന്ന് ആർക്കാണ് ഉറപ്പുള്ളത്? അതുകൊണ്ട് നിസ്കാരങ്ങളൊന്നും ഒരിക്കലും നമ്മൾ നാളത്തേക്ക് മാറ്റി വെക്കരുത്. അതത് സമയത്ത് ചെയ്യേണ്ടത് അതത് സമയത്ത് തന്നെ നമ്മൾ ചെയ്യുക. ഇങ്ങനെയുള്ള ഒരു പിശാചി എന്റെ വയ്യ വരാറുണ്ടായിരുന്നു സുബഹി നിസ്കരിക്കാൻ. അപ്പൊ ഞാൻ സുബഹി നിസ്കരിക്കാൻ വേണ്ടി ചെയ്ത ഒരു ടിപ്സാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഞാൻ സുബഹി നിസ്കരിക്കാൻ ഇശാ നിസ്കരിച്ച ശേഷം അള്ളാഹുവിനോട് മനമുരുകി ദുആ ചെയ്യും. അള്ളാഹ് എനിക്ക് ഇന്ന് സുബഹി കളാണ്ട് നിസ്കരിക്കണേ, ഞാൻ അലാരം വെച്ച സമയത്തിന് എന്നെ എണീപ്പിക്കണേ, എന്നെ പിശാചിന്റെ കെണിയിൽ അള്ളാഹ് നീ പെടുത്തരുതേന്ന്, പിശാചിന്റെ ഷെറിൽ നിന്ന് ഹൈറാക്കണെന്ന് മനമുരുകി അങ്ങോട്ട് ദുആ ചെയ്യും. എന്നിട്ട് ഉറങ്ങാൻ കിടക്കാൻ നേരം വലതുവശത്ത് തിരിഞ്ഞു കിടന്നിട്ട് അള്ളാഹുവിനോട് പറയും, അള്ളാഹ് എന്നെ പിശാചിന്റെ കെണിയിൽ പെടുത്തല്ലേ, പിശാചിനെ നീ തട്ടി മാറ്റണേ, എന്നെ സുബഹിക്ക് അലാരം കേൾപ്പിക്കണേ, എനിക്കതിനുള്ള ഉന്മേഷം കിട്ടണേ, അതിനു വേണ്ടി ഞാൻ 11 ആയത്ത് കുർസി ഓതാം അള്ളാഹ് എന്ന് പറഞ്ഞിട്ട് 11 ആയത്ത് കുർസി ഓതിയിട്ട് മേലോട്ടാകെ ഊതി പുരട്ടും. എന്നിട്ട് ഫാത്തിഹയും ഖുൽഹുവല്ലാഹും റബ്ബിനാസും ഒക്കെ ഓതി അങ്ങോട്ട് ഉറങ്ങും. ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ, നിങ്ങൾ ഒരു സുബഹിയും കളാവില്ല. കറക്റ്റ് സമയം നിങ്ങൾ എഴുന്നേൽക്കും, കറക്റ്റ് സമയം നിങ്ങൾക്ക് നിസ്കരിക്കാനാവും. നിങ്ങൾ ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്ക്. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണാം.